ദിവസങ്ങളിൽ അല്ലാഹു തആല ആദരിച്ച ദിവസങ്ങളിൽ ഒരുമിച്ച് കൂടാൻ ആയുസ് തന്ന പടച്ച റബ്ബ് എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. അല്ലാഹു തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങൾക്കും വമ്പിച്ച പ്രതിഫലം ആഖിറത്തിൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയി പല പള്ളിയുടെ ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന നമ്മുടെ വേണ്ടപ്പെട്ടവരുണ്ട്. റഹ്മാനായ റബ്ബ് അവർക്കെല്ലാം ഈ ദിവസങ്ങളുടെ ബർക്കത്ത് കൊണ്ട് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ദുൽഹിജ്ജ 10ഉം 11ഉം കഴിഞ്ഞു വിശുദ്ധമായ മക്കയിലെ ഹാജിമാർ ഹജ്ജിൻ്റെ അവസാന സമയ കർമ്മങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഹാജിമാർ 12 ദുൽഹിജ്ജ 12ൻ്റെ അന്ന് ഇപ്പോൾ നിൽക്കുന്ന മിനായിൽ നിന്ന് മടങ്ങി മക്കയിലെത്തി വിദാഇൻ്റെ തവാഫ് നടത്തിയിട്ട് അവർ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ പൂർത്തിയാക്കും. ഇപ്പോഴും ജംറയിൽ കല്ലെറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഹാജിമാരുണ്ട്. അവരും ദുൽഹിജ്ജ 13ൻ്റെ അന്ന് മക്കയിലേക്ക് തിരിച്ചെത്തി മിനായിൽ നിന്ന് മക്കയിലെത്തി അവിടെ വിദാഇൻ്റെ തവാഫ് പൂർത്തിയാക്കി ഹജ്ജ് കർമ്മം അവസാനിപ്പിക്കും. അതോടുകൂടി ഈ വർഷത്തെ ഹജ്ജിൻ്റെ ആരവങ്ങൾ ഒഴിയുകയാണ്. അല്ലാഹു തആല നമുക്കും നമ്മുടെ കുടുംബത്തിനും നാമുമായി ബന്ധപ്പെട്ടവർക്കും ഒരുപാട് ഹജ്ജിനും ഉംറയ്ക്കും വലിയ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ സംഭവിക്കും. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ജീവിതം അത് തെറ്റുകളാൽ സമ്പന്നമാണ്. പണ്ടത്തെ കാലത്തെ പോലെയല്ലല്ലോ ഇന്നത്തെ കാലം. കാലം മാറുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ഒരുപാട് അപ്ഡേറ്റുകൾ വരും, ഒരുപാട് സൗകര്യങ്ങൾ കൂടും. അങ്ങനെയാണ് കാലം മാറുക എന്ന് നമ്മൾ പറയുന്നത്. പണ്ടത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ജീവിക്കുന്ന മനുഷ്യർക്ക് തെറ്റുകൾക്ക് ആക്സസ് കൂടുതലാണ്. തെറ്റുകൾ ചെയ്യാൻ മനുഷ്യൻ കഷ്ടപ്പെടേണ്ടി വരാറില്ല. പണ്ടുകാലങ്ങളിൽ കഷ്ടപ്പെടുമായിരുന്നു, തെറ്റുകൾ ചെയ്യാൻ സാഹചര്യങ്ങൾ കുറവായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് മനുഷ്യർക്ക് തെറ്റുകൾ ചെയ്യാൻ ഫ്രീ ആയിട്ട് എപ്പോഴും ചെയ്യാൻ പറ്റുന്ന സാഹചര്യം. ഈമാൻ കുറവുള്ള, തഖ്വ കുറവുള്ള മനുഷ്യർ ഒരുപാട് തെറ്റുകളിൽ ഏർപ്പെട്ടു പോകും. വിശുദ്ധ ഖുർആൻ തന്നെ നമ്മോട് ഉണർത്തുന്നുണ്ട്, മനുഷ്യൻ തെറ്റുകളാലാണ്, മനുഷ്യൻ തെറ്റുകൾ സംഭവിച്ചു പോകും, മനുഷ്യൻ ദുർബലനാണ്. ആദം സന്തതികൾ ദുർബലമാണ്, അവർക്ക് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചു പോകാം. അങ്ങനെ തെറ്റുകൾ സംഭവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ തെറ്റുകളിൽ മാത്രമായി ജീവിച്ച് അവിടെ അങ്ങ് മരണപ്പെട്ടു പോയാൽ അവൻ്റെ ആഖിറം വെറുതെയാകും. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ എത്രമാനം വലിയ തെറ്റുകൾ ചെയ്യുന്നവരാണെങ്കിലും, തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും, അറിയാതെയും അറിഞ്ഞുകൊണ്ട് മനുഷ്യൻ അകപ്പെട്ടു പോകുന്ന ഒരുപാട് വേണ്ടാത്തരങ്ങൾ, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ, അല്ലാഹു തആല വേണ്ട, ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന മനുഷ്യരോട് വിശുദ്ധ ഖുർആൻ ഉണർത്തുകയാണ്, ഹബീബായ തങ്ങൾ ഉണർത്തുകയാണ്, കുല്ലു ബനീ ആദമ ഖത്താ, എല്ലാ മനുഷ്യ സന്തതികളും, എല്ലാ ആദം സന്തതികളും തെറ്റുകൾ ചെയ്യുന്നവരാണ്. തെറ്റുകൾ അവരിൽ സംഭവിച്ചു പോകാം. ഈ തെറ്റുകൾ സംഭവിക്കുന്ന മനുഷ്യരിൽ, തെറ്റുകൾ ചെയ്തു പോകുന്ന മനുഷ്യരിൽ ഏറ്റവും നല്ല ആളുകൾ ആരാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. തെറ്റുകൾ സംഭവിക്കുന്നവരിൽ ഏറ്റവും നല്ലവർ തെറ്റ് ചെയ്യാത്തവരല്ല, തെറ്റുകൾ ചെയ്തിട്ട് അതിൽ ഏറ്റവും നല്ല ആളുകൾ ആരാണ്? അത്തവാബൂൻ, അവർ തൗബ ചെയ്യുന്നവരാണ്. അല്ലാഹു തആലയിലേക്ക് മടങ്ങി വരുന്നവരാണ് തെറ്റുകൾ ചെയ്തവരിൽ ഏറ്റവും നല്ലവർ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് മഹാനായ ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ്. തെറ്റ് ചെയ്യാതിരിക്കലല്ല, മനുഷ്യ സഹജമായി ഒരുപാട് സാഹചര്യങ്ങളിൽ തെറ്റു സംഭവിച്ചു പോകാം. എന്നാൽ തെറ്റുകൾ ചെയ്യാതിരിക്കലല്ല,
മറിച്ച് തെറ്റുകൾ തിരിച്ചറിഞ്ഞിട്ട് ഒരുപാട് ക്ലാസ്സുകൾ കേട്ടിട്ട് ഒരുപാട് അറിവിൻ്റെ സദസ്സുകളിൽ പങ്കെടുത്തിട്ട് മനുഷ്യൻ തെറ്റുകൾ ചെയ്തിട്ട് ആ തെറ്റുകളെ തിരിച്ചറിഞ്ഞ് പടച്ചറപ്പിനോട് തൗബ ചെയ്ത് മടങ്ങാൻ സാധിക്കുന്നുണ്ടോ? അങ്ങനെ സാധിക്കുന്നവർക്കാണ് യഥാർത്ഥമായ ഈമാനുള്ളത്. ഇന്ന് നമ്മൾ നോക്കൂ, നമ്മുടെ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്. പുറത്തേക്ക് ഇറങ്ങിയാൽ ഒരു അന്യ സ്ത്രീയെ കാണാതെ നടക്കാൻ സാധിക്കുമോ? നമ്മുടെ മൊബൈൽ ഫോൺ തുറന്നാൽ മ്യൂസിക് കേൾക്കാതിരിക്കാൻ പറ്റുമോ? അന്യ സ്ത്രീകളെ കാണാതിരിക്കാൻ പറ്റുമോ? അങ്ങനെ തുടങ്ങി ഒരുപാട് ജീവിത സാഹചര്യങ്ങളിൽ നമ്മുടെ തെറ്റുകൾ ഇങ്ങനെ പിണഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ സാമ്പത്തികമായി എന്തെങ്കിലും ഇടപാട് നടത്തുമ്പോൾ അതിൽ പലിശ കലരാത്ത അല്ലെങ്കിൽ അതിൽ മോശം സമ്പത്ത് വരാത്ത ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ടോ? നമ്മൾ ആലോചിച്ചു നോക്കുക. അങ്ങനെ തുടങ്ങി ഒരുപാട് തെറ്റിന്റെ സാഹചര്യങ്ങൾ നമുക്ക് ചുറ്റും ഇങ്ങനെ വട്ടമിട്ട് പറന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തെറ്റ് ചെയ്യുന്ന മനുഷ്യരോടാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നിങ്ങളിൽ തെറ്റ് സംഭവിച്ചു പോകുമ്പോൾ സാധാരണമാണത്, അത് സ്വാഭാവികമാണത്, അത് സംഭവിച്ചു പോകുന്നതാണ്. എന്നാൽ തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അതിൽ തെറ്റുകാരിൽ ഏറ്റവും നല്ല മനുഷ്യർ അത് ഖൈറു തവാബീൻ, അത് തൗബ ചെയ്യുന്നവരാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ സുമർ അല്ലാഹു തആല 53-ാം വചനത്തിലൂടെ ആയത്തിലൂടെ സൂക്തത്തിലൂടെ നമ്മളോട് ഉണർത്തുന്ന ഒരു കാര്യമുണ്ട്. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം. സ്വന്തം ശരീരത്തോട്, സ്വന്തം നഫ്സിനോട്, സ്വന്തം ശരീരത്തോട് തെറ്റുകൾ ചെയ്ത മനുഷ്യരോട് പറയൂ നബിയേ. വിശുദ്ധ ഖുർആൻ ഇറങ്ങുന്നത് ആരിലേക്കാണ്? വിശുദ്ധ ഖുർആൻ മനുഷ്യരിലേക്ക് ഇറക്കപ്പെടുകയാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല ജിബ്രീൽ മുഖേന ഇറക്കി കൊടുക്കുമ്പോൾ പറയുന്നു, ഖുൽ നബിയേ അങ്ങ് പറയുക, യാ ഇബാദിയല്ലദീന അസ്റഫൂ, സ്വന്തം ശരീരങ്ങളോട് തെറ്റ് ചെയ്തു പോയ അല്ലാഹു തആല തന്ന ശരീരം വെച്ചിട്ട്, അല്ലാഹു തആല തന്ന ആയുസ് വെച്ചിട്ട്, അല്ലാഹു തആല തന്ന ആരോഗ്യം വെച്ചിട്ട്, അല്ലാഹുവിന്റെ കൺമുന്നിൽ നിന്നുകൊണ്ട് അല്ലാഹുവിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ആസ്വദിച്ചുകൊണ്ട് തെറ്റുകൾ ചെയ്തു പോയ മനുഷ്യ, വിശുദ്ധ ഖുർആൻ ഉണർത്തുകയാണ്, ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. നിങ്ങൾ തെറ്റ് ചെയ്തു എന്ന് കരുതിയിട്ട്, ഒരാളുടെ ജീവിതത്തിൽ വ്യഭിചാരം സംഭവിച്ചു എന്ന് കരുതിയിട്ട്, ഒരാളുടെ ജീവിതത്തിൽ കള്ളുകുടി സംഭവിച്ചു എന്ന് കരുതിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തോട്, നിങ്ങൾ നിങ്ങളുടെ നഫ്സിനോട്, ആ നഫ്സിനോട് അല്ലാഹുവിന്റെ കൺമുന്നിൽ വെച്ചുകൊണ്ട് തെറ്റുകൾ സംഭവിച്ചു പോയി എന്ന് കരുതിയിട്ട് ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ റഹ്മത്തിൽ ആശ മുറിയാൻ പാടില്ല. അല്ലാഹു തആലയുടെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ വിദൂരതയിലാകാൻ പാടില്ല. അല്ലാഹു തആല കരുണ ചെയ്യുന്നവനാണ്, ആ കരുണയിൽ നിന്ന് ഓടിയകലാൻ പാടില്ല. നമുക്കൊരടിമയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ മക്കൾ, നമ്മുടെ ഭാര്യമാർ, നമ്മുടെ ചെലവിൽ കഴിയുന്ന ഒരാൾ നമ്മളോട് തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ, എന്തെങ്കിലും നമുക്ക് ഇഷ്ടമില്ലാത്ത പ്രവർത്തനം ചെയ്തു കഴിഞ്ഞാൽ, ഒരുപക്ഷെ നമ്മൾ അവരോട് പൊറുക്കുന്നത് പോലെ, ഒരുപക്ഷെ അവരോട് നമ്മൾ അതൊന്നും കുഴപ്പമില്ല നീങ്ങട്ട് വാ എന്ന് പറയുന്നത് പോലെ, ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ റഹ്മത്ത്, അല്ലാഹുവിന്റെ കാരുണ്യം, ആ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ ആശ മുറിയാൻ പാടില്ല, നിങ്ങൾ നിരാശപ്പെട്ടു പോകാൻ പാടില്ല. കാരണം എന്തെന്നറിയുമോ? ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, നിശ്ചയം അല്ലാഹു തആല എന്ന് പറയുന്നത് നമ്മുടെ യജമാനനായ റബ്ബ്, നമ്മുടെ രക്ഷിതാവായ റബ്ബ്, റബ്ബുൽ ആലമീനായ അല്ലാഹ്
യഗ്ഫിറുദ്ദുനൂബ ജമീആ. സകലമാന തെറ്റുകളെയും എല്ലാ കുറ്റങ്ങളെയും പൊറുക്കുന്നവനാണ്, എല്ലാ കുറ്റങ്ങളും അവൻ അഫ്വ ചെയ്യുന്നവനാണ്. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. മുഅ്മിനീങ്ങളെ, സ്നേഹമുള്ള ജനങ്ങളെ, അല്ലാഹു തആല പറയുകയാ, നിങ്ങളുടെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചു പോയാൽ അല്ലാഹ് എനിക്ക് പുറത്തു തരൂല എന്ന് കരുതിയിട്ട് നിങ്ങൾ വീണ്ടും വീണ്ടും തെറ്റുകളിൽ അകപ്പെട്ടു പോകരുത്. നിങ്ങൾ തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അത് തെറ്റാണ്, പടച്ച റബ്ബിന് ഇഷ്ടമില്ലാത്ത സംഗതിയാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയത്. അല്ലാഹു തആല കാണാതെ എനിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ലല്ലോ. ഒരു സൂഫിയായ മനുഷ്യനോട് ഒരു തെറ്റിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോ ആ മനുഷ്യൻ പറഞ്ഞു കൊടുത്തത് എന്താണെന്നറിയോ? അല്ലാഹു തആല കാണാത്തിടത്ത് വെച്ച് നീ സംഗതി ചെയ്തോ, എന്നാൽ കുഴപ്പമില്ല എന്നാണ്. ഈ ഭൂമിയിൽ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ നമ്മുടെ റബ്ബ് കാണാത്ത ഏതെങ്കിലും ഒരു സ്ഥലമുണ്ടോ? അല്ലാഹു തആല കാണാത്ത, അല്ലാഹു തആല നമ്മെ നിരീക്ഷിക്കാത്ത ഒരു സ്ഥലവും ഒരു സമയവും ഈ പ്രപഞ്ചത്തിലില്ല. എല്ലാ സംഗതിയും നമ്മുടെ മനസ്സിൽ മിന്നിമറയുന്ന ചിന്തകൾ വരെ അല്ലാഹു തആല അറിയും. ആ റബ്ബ് കാണാതെ നമ്മൾ എങ്ങനെ തെറ്റ് ചെയ്യും? റബ്ബ് തആല തന്ന അനുഗ്രഹങ്ങൾ കൊണ്ടാണ് എനിക്ക് കൈ അനക്കാൻ സ്വാധീനം തന്നത് എൻ്റെ റബ്ബാണ്. മുഅ്മിനീങ്ങളെ, ഒരുപാട് ആളുകളെ നമ്മൾ കണ്ടിട്ടില്ലേ? ഒരുപാട് മനുഷ്യന്മാരെ നമ്മൾ കണ്ടിട്ടില്ലേ? റോഡ് സൈഡിലൂടെ ഞരങ്ങി നീങ്ങുന്ന മനുഷ്യർ, കൈയില്ലാതെ കാലില്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യർ, അങ്ങനെയൊന്നുമാക്കാതെ നമ്മളെ പടച്ച് പരിപാലിക്കുന്ന റബ്ബ്, അങ്ങനെയൊന്നും ഒരു അസുഖത്തിലും ഒരു വൈകല്യത്തിലും പെടാതെ എൻ്റെ കാലുകൾക്കും എൻ്റെ കൈക്കും എൻ്റെ ബുദ്ധിക്കും സ്വാധീനം തന്ന, നല്ല ശേഷി തന്ന റബ്ബ്, ആ റബ്ബിൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് നമ്മൾ തെറ്റ് ചെയ്യുന്നത്. ആ തെറ്റുകൾ ചെയ്തു പോയി എന്ന് കരുതിയിട്ട് നിങ്ങൾ അല്ലാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് അകന്നു പോകാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തുകയാണ്. എത്ര വലിയ തെറ്റ് ചെയ്തവരായാലും അല്ലാഹുവിനോടൊന്ന് കരഞ്ഞു പറഞ്ഞാൽ തീരാവുന്ന കേസേ പടച്ച റബ്ബിന്റെ മുന്നിലുള്ളൂ. ഖുറാസാൻ എന്ന് പറയുന്ന പെർഷ്യയിലെ ഖുറാസാൻ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ഹിജ്റ 105 ജീവിച്ച ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. ആ ചെറുപ്പക്കാരന്റെ പണി എന്തെന്ന് വെച്ചാൽ, ആ ചെറുപ്പക്കാരൻ കൊള്ളക്കാരനാണ്. അന്നത്തെ നാട്ടിലെ കൊള്ളക്കാരന്റെ തലവനാണ് ഈ ചെറുപ്പക്കാരൻ. ഈ ചെറുപ്പക്കാരൻ റോഡിലൂടെ കാണുന്ന അല്ലെങ്കിൽ രാത്രി സഞ്ചരിക്കുന്ന മനുഷ്യരെ എല്ലാം വകവരുത്തുകയും അവരുടെ സ്വത്തുക്കൾ അപഹരിക്കുകയും കൊള്ള ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു ഖുറാസാനിൽ. അങ്ങനെ ആ ചെറുപ്പക്കാരൻ ഒരു ദിവസം രാത്രി സമയത്ത് ഒരു വീട് മോഷ്ടിക്കാൻ വേണ്ടി കയറുകയാണ്. മതില് ചാടിയിട്ടെങ്ങനെ ആ മനുഷ്യൻ, ആ ചെറുപ്പക്കാരന് കൊള്ളക്കാരുടെ നേതാവ്, തലവൻ, ആ മനുഷ്യൻ ഇങ്ങനെ മതിലില് കയറി നിൽക്കുമ്പോ ഒരു വീട് ലക്ഷ്യം വെച്ചുകൊണ്ട് അദ്ദേഹം ചാടാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ആ വീടിനുള്ളിലിരുന്നു കൊണ്ടൊരു വൃദ്ധൻ പാതിരാ സമയത്ത് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയാ. സൂറത്തുൽ ഹദീദിലെ 53-ാമത്തെ വചനം, അലം യഅനി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. മതിൽ കയറി ചാടാൻ നിൽക്കുന്ന മനുഷ്യന്റെ ഈ കൊള്ളത്തലവന്റെ ചെറുപ്പക്കാരന്റെ കാതിലേക്ക് കേൾക്കുന്ന ആയത്ത് സൂറത്തുൽ ഹദീദ് 53-ാം വചനം, അലം യഅനി ലില്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് ഇനിയും സമയമായിട്ടില്ലേ? ഓ മനുഷ്യന്മാരെ, ഓ വിശ്വസിച്ചവരെ, അല്ലാഹുവിലെ വിശ്വാസമുള്ള മനുഷ്യ, നിനക്ക് ഇനിയും തല വെച്ചിട്ടില്ലേ? നിനക്ക് ഇനിയും അന്തം വെച്ചിട്ടില്ലേ? നിനക്ക് ഇനിയും ബോധം വെച്ചില്ല മനുഷ്യ. ഈ കൊള്ളത്തലവൻ മതിലിന് മുകളിൽ കയറി നിൽക്കുമ്പോ കേൾക്കുന്ന വാക്കിതാണ്, ഓ മനുഷ്യ, നിനക്ക് അന്തം വെച്ചിട്ടില്ലേ? നിനക്ക് ബോധം വെച്ചിട്ടില്ലേ?
നിങ്ങളുടെ ഹൃദയങ്ങൾ അല്ലാഹു തആലയുമായി ബന്ധപ്പെട്ട് റബ്ബിനെ പേടിച്ച് ജീവിക്കാൻ, നിങ്ങളുടെ ഹൃദയത്തിൽ അല്ലാഹു തആല ഭയഭക്തിയുള്ളവരാകാൻ, നിങ്ങളുടെ ഹൃദയം അല്ലാഹുവിൽ അലിഞ്ഞു ചേരാൻ നിങ്ങൾക്ക് ഇതുവരെയും തലവെച്ചിട്ടില്ലേ, നിങ്ങൾക്ക് ബോധമുണ്ടായിട്ടില്ലേ എന്ന് ഈ മനുഷ്യനെന്ന് കേട്ടപ്പോ ഇരുട്ടിലേക്ക് നോക്കിയിട്ട് മതിലിന്റെ മുകളിൽ നിന്നുകൊണ്ട് ഈ ചെറുപ്പക്കാരൻ കരയുകയാ, യാ അല്ലാ. എന്നിട്ട് ഈ ചെറുപ്പക്കാരൻ ഇരുട്ടിലേക്ക് നോക്കിയിട്ട് ഇരുട്ടിനെ നോക്കിയിട്ട് വിളിച്ചു പറഞ്ഞു, ബലാ യാ റബ്ബ്, ബലാ യാ റബ്ബ് ഖദ് ആൻ. അതേ റബ്ബേ, അതിലൊരു സംശയവുമില്ല. ബലാ, ഞാൻ അതേ എൻ്റെ റബ്ബേ, യാ റബ്ബ് എൻ്റെ രക്ഷിതാവേ, ഖദ് ആൻ, സമയമായിരിക്കുന്നു. ഈ ചെറുപ്പക്കാരൻ കൊള്ളയടിക്കാൻ വേണ്ടി വന്നതാ. ആ കൊള്ളയടിക്കുന്ന ആ വീടിന്റെ മതിലിന്റെ മുകളിൽ വെച്ച് ഈ മനുഷ്യൻ തീരുമാനമെടുക്കുകയാ, ഇനി ഒരിക്കലും ഞാനൊരു കളവ് നടത്തുകയില്ല. വിശുദ്ധ ഖുർആനിന്റെ ചെറിയൊരു ആയത്തിന്റെ ശകലം ആ മനുഷ്യന്റെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കുന്ന മാറ്റം എത്ര വലുതാണ്. എന്നിട്ട് ബലാ യാ റബ്ബി ഖദ് ആൻ, അതേ അല്ലാ, എൻ്റെ സമയമായിരിക്കുകയാണ് അല്ലാ എന്ന് പറഞ്ഞിട്ട് ഈ മനുഷ്യന് മതിലിൽ നിന്നിറങ്ങിയിട്ട് നേരെ നടക്കുകയാണ്. കഅബാലയം ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ മനുഷ്യൻ നടന്ന് കഅബയ്ക്ക് മുന്നിലെത്തിയിട്ട് പടച്ച റബ്ബിനോട് കരഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാ, അല്ലാഹുവേ, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ, ഒരുപാട് കുറ്റങ്ങൾ, ഒരുപാട് വേണ്ടാത്തരങ്ങൾ, ഒരുപാട് കള്ളത്തരങ്ങൾ, ഒരുപാട് ചെയ്തികൾ, ദുഷ്ചെയ്തികൾ ഞാൻ ചെയ്തു പോയി അല്ലാ. അതുകൊണ്ട് റബ്ബേ, നീ എനിക്ക് പുറത്തു തരണം, നീ എനിക്ക് മാപ്പ് തരണമെന്ന് കരഞ്ഞു പറഞ്ഞ ആ മനുഷ്യന്റെ പേരെന്തെന്നറിയുമോ നിങ്ങൾക്ക്? മഹാനായ, ഇന്നും നമ്മൾ അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്ന മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് എന്ന് പറയുന്ന മഹാസൂഫി ഗുരുവായിരുന്നു ആ ചെറുപ്പക്കാരൻ. അദ്ദേഹത്തിന്റെ ചോരത്തിളപ്പിന്റെ കാലത്ത് തെറ്റുകൾ ചെയ്ത് ജീവിച്ചിട്ട് വിശുദ്ധ ഖുർആനിന്റെ ഒരു ആയത്ത് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ മാനസാന്തരം വരുത്തിയിട്ട് അദ്ദേഹത്തിന്റെ ഹൃദയം സ്ഫുടം ചെയ്തെടുത്തു എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുമ്പോൾ ഏതുവരെ ഈ മനുഷ്യൻ ഉയർന്നെന്നറിയുമോ? അന്നത്തെ ഭരണാധികാരിയായിരുന്ന മഹാനായ ഹാറൂൺ റഷീദ് രാജാവ്, ആ രാജാവ് വിശുദ്ധ ഇസ്ലാമിന് ഒരുപാട് സംഭാവനകൾ നൽകിയ, വിശുദ്ധ ഇസ്ലാമിനെ ബഹുമാനിച്ചൊരു രാജാവായിരുന്നു. ആ രാജാവ് തൻ്റെ മന്ത്രിയെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, എനിക്ക് ആഖിറത്തെ ഓർമ്മിപ്പിക്കുന്ന, എൻ്റെ ഈമാനിനെ സ്ഫുടം ചെയ്യിപ്പിക്കാൻ പറ്റുന്ന, എൻ്റെ ഹൃദയത്തെ വെളിച്ചം വെപ്പിക്കാൻ പറ്റുന്ന ഒരു പണ്ഡിതൻ, ഈമാനുള്ളൊരു പണ്ഡിതന്റെ അടുക്കലേക്ക് എന്നെ കൊണ്ടുപോകൂ എന്ന് തൻ്റെ മന്ത്രിയോട് ഈ ഹാറൂൺ റഷീദ് രാജാവ് ഒരിക്കൽ പറയുന്നുണ്ട്. അങ്ങനെ പറയുന്ന സമയത്ത് ഫുളൈൽ ഇബ്നു ഇയാദ് എന്ന് നമ്മൾ പറഞ്ഞ ആ ചെറുപ്പക്കാരൻ ആ സൂഫി ഗുരുവിന്റെ ആ കുടിലിലേക്ക് മന്ത്രിയും പരിവാരങ്ങളും രാജാവുമായിട്ട് ചെല്ലുകയാണ്. ആ രാജാവിന്റെ വരവ് ഈ മഹാൻ അറിഞ്ഞപ്പോ റൂമിലേക്ക് കടക്കട്ടെ എന്ന് മന്ത്രി കൊട്ടി വിളിച്ച് ചോദിച്ചപ്പോ റൂമിന്റെ ആ വാതിലങ്ങടച്ചിട്ട് ഈ ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങള് അവിടുത്തെ വിളക്ക് അണച്ചു കളഞ്ഞു. അങ്ങനെ കുറച്ചു നേരം കാത്തു നിന്ന് രാജാവ് എന്ത് ചെയ്തെന്നറിയോ? രാജാവ് ആ വാതിൽ മെല്ലെ തള്ളി തുറന്നിട്ട് ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങൾ ആരാധന ചെയ്യുന്ന, ഇബാദത്ത് ചെയ്യുന്ന, നിസ്കരിച്ചുകൊണ്ട് പടച്ച റബ്ബിന് വേണ്ടി ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ആ കുടിലിന്റെ അകത്തിലേക്ക് കടന്നു ചെന്നിട്ട് മഹാനായ ഈ രാജാവ് ഇങ്ങനെ തപ്പുകയാണ്. ഫുള്ള് ഇരുട്ടാണ്, മുഴുവൻ ഇരുട്ട് കാണുന്ന ആ സ്ഥലത്ത് ഇങ്ങനെ തപ്പി ഒരു കയ്യിൽ ഇങ്ങനെ തൊട്ടു. ആ കയ്യിൽ തൊട്ട സമയത്ത് ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങളുടെ കയ്യിൽ തൊട്ടപ്പോ മിൻ കഫി അൻ നജത് ഗദൻ മിൻ അദാബില്ലാഹ്. ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങൾ പറഞ്ഞു, അല്ലാഹുവേ, ഇത് ആരുടെ കൈയാണ്? ഞാൻ ആരാധന ചെയ്യുന്ന സമയത്ത് എൻ്റെ കൈ വന്ന് പിടിച്ച ഈ മൃദുവായ ഈ കൈയെ നാളെ നീ അദാബിൽ നിന്ന് ഒഴിവാക്കി തരണേ എന്ന് മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങൾ പ്രാർത്ഥിച്ചു എന്ന. അപ്പൊ രാജാവ് ഇങ്ങനെ കരയാൻ തുടങ്ങി. രാജാവ് കരയാൻ തുടങ്ങിയപ്പോൾ ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങൾ ഉപദേശിച്ചു കൊടുക്കുകയാ. ആ ഉപദേശം എന്തെന്നറിയുമോ? അല്ലയോ അമീറുൽ മുഅ്മിനീൻ,
നിങ്ങൾ എന്നെ തേടി ഇവിടെ വന്നതാണ്, നിങ്ങൾ എന്നെ പ്രതീക്ഷിച്ച് ഇങ്ങോട്ടേക്ക് വന്നതാണ്. ഞാൻ നിങ്ങളുടെ ഈ രാജ്യഭരണത്തോടോ അല്ലെങ്കിൽ ഭൗതികതയുടെ പളവളപ്പിനോടോ ഭൗതികതയുടെ സുഖങ്ങൾക്കോ പ്രാമുഖ്യം കൊടുക്കുന്ന ആളല്ല ഞാൻ. അതുകൊണ്ട് ഞാൻ വാതിലുകൾ കൊട്ടിയടച്ച് ഈ വാതിലിലുള്ള ഈ റൂമിലുള്ള ലൈറ്റുകൾ ഓഫാക്കിയിട്ട് വിളക്ക് അണച്ചിട്ട് നിങ്ങൾ എന്നെ കാണാതിരിക്കാൻ ഞാൻ ഒളിച്ചിരുന്നതാണ്. എന്നിരുന്നാലും നിങ്ങൾ എന്നെ തപ്പി കണ്ടുപിടിച്ചു കളഞ്ഞല്ലോ. എന്നാൽ നിങ്ങളോട് ഞാൻ പറയട്ടെ, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, നാളെ അല്ലാഹുവിൻ്റെ അടുക്കൽ നിങ്ങൾ കൊണ്ട് നിർത്തപ്പെടും. നാളെ മഹ്ശറ സഭയിൽ, നാളെ ആഖിറ ലോകത്ത് നിങ്ങളെ ഒറ്റയ്ക്ക് ആ പരിവാരങ്ങളില്ലാതെ യാതൊരു പരിചാരകരുമില്ലാതെ നിങ്ങളെ അല്ലാഹുവിൻ്റെ മുന്നിൽ കൊണ്ടുവരപ്പെടും. രാജാവേ, നിങ്ങൾക്ക് മന്ത്രിമാരുണ്ടാകില്ല, നിങ്ങൾക്ക് കാവൽക്കാരുണ്ടാകില്ല. ആ സമയത്ത് നിങ്ങളുടെ ഭരണത്തിൻ്റെ കീഴിലുള്ള ഓരോ മനുഷ്യന്റെ കാര്യത്തിലും നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടും. നിങ്ങൾ ഈ ഭരണത്തിൽ നീതി കാണിച്ചില്ലെങ്കിൽ അല്ലാഹുവിൻ്റെ മുന്നിൽ നിങ്ങൾ കുറ്റക്കാരാണ് എന്ന് പറഞ്ഞ് ഈ രാജാവിനെ ഉപദേശിക്കുകയാ. പുറത്ത് മന്ത്രി നിൽക്കുന്നുണ്ട്. ഈ രാജാവ് വീണ്ടും കരഞ്ഞ് അദ്ദേഹം ബോധം കെട്ട് വീണുപോയി. ചുരുക്കി പറയട്ടെ, ഈ ഹാറൂൺ റഷീദ് എന്ന് പറയുന്ന രാജാവ് ബോധം കെട്ട് വീണ് കിടക്കുന്ന സൗണ്ട് കേട്ടപ്പോ ആ പുറത്ത് നിൽക്കുന്ന മന്ത്രി ഓടി വന്നിട്ട് ഈ ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങളോട് ദേഷ്യപ്പെടുകയാ. നിങ്ങൾ എന്ത് പണിയാ കാണിച്ചത്? രാജാവിനെ കൊന്നുകളയുമല്ലോ എന്ന് ചോദിച്ചപ്പോ ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങൾ പറഞ്ഞു, ഞാനൊരു സത്യം പറഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ മനസ്സിൽ വെളിച്ചമുദിച്ചു. അങ്ങനെ അദ്ദേഹം ബോധം കെട്ടുപോയതാ. മന്ത്രിമാരാകുന്ന നിങ്ങളുണ്ടല്ലോ, ഈ രാജാവിന് നുണ പറഞ്ഞ് സൂചിപ്പിച്ചിട്ട് ഇദ്ദേഹത്തിന്റെ ആഖിറം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാ. മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ പണ്ഡിതന്മാർ, അല്ലാഹുവിന്റെ ആലിമീങ്ങൾ, അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന പണ്ഡിതന്മാർ, അവർക്ക് ആരെയും ഭയപ്പെടാനില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഹാറൂൺ റഷീദ് രാജാവിനെ കരയിപ്പിച്ച് കിടത്തിക്കളഞ്ഞ ആ മനുഷ്യന്റെ ചെറുപ്പകാലമാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അദ്ദേഹം ഒരു കൊള്ളക്കാരനായിരുന്നു. എന്തുകൊണ്ടാണ് ഇത്രയും വലിയ തലത്തിലെത്തിയത്, ഇത്രയും വലിയ ഉന്നത സ്ഥാനത്തെത്തിയത്? അള്ളാഹുവിനെ ഭയപ്പെടാൻ തീരുമാനിച്ചു. അള്ളാഹുവിനെ കരഞ്ഞുകൊണ്ട് തൗബ ചെയ്തപ്പോൾ അള്ളാഹു തആല ഉന്നതമായ സ്ഥാനങ്ങളിൽ എത്തിച്ചു. മുഅ്മിനീങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും പടച്ച റബ്ബിനോട് പറഞ്ഞാൽ അല്ലാഹു തആല അത് അല്ലാഹു തആല എന്തുകൊണ്ട് തന്നെയും അത് പൊരുത്തപ്പെട്ട് തരും എന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തആല നമ്മുടെ എല്ലാവിധ സൽക്കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. പ്രത്യേകം പറയാനുള്ളത്, നമ്മുടെ ഉദ്ഹിയ്യത്ത് കർമ്മം ഇന്ന് 4:15 ഇന്ന് സുബഹിക്ക് മുന്നായിട്ട് ഉദ്ഹിയ്യത്ത് കർമ്മം ആരംഭിച്ചു. ഒരുപാട് ആളുകൾ പങ്കെടുത്തു. റഹ്മാനായ റബ്ബ് അവർക്ക് എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉദ്ഹിയ്യത്തിൻ്റെ ഇറച്ചി വിതരണം 2 മണി മുതൽ 3 മണി വരെ കാട്ടുങ്ങച്ചറ ജമാ മസ്ജിദിൽ വെച്ച് നടക്കും. എല്ലാവരും എൻ്റെ വീട്ടിലുള്ള പാസ്ബുക്കുമായിട്ട് അവിടെ എത്തിച്ചേരണമെന്ന് അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഇറച്ചി വാങ്ങുന്ന സമയത്ത് നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ ഫോം തരും. നിങ്ങൾക്ക് മഹലിൻ്റെ സെൻസസ് എടുക്കാനുള്ളൊരു ഫോം തരും. അതിൽ നിങ്ങളുടെ എല്ലാ പേര് വിവരങ്ങളും, വീട്ടിലുള്ള ആളുകളുടെ എണ്ണവും, അതുപോലെ അതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും, അതുപോലെ തന്നെ നിർബന്ധമായും 2 മൊബൈൽ ഫോൺ നമ്പർ, വീട്ടിലുള്ള ആരുടെയെങ്കിലും 2 മൊബൈൽ ഫോൺ നമ്പർ കൂടി നിർബന്ധമായും എഴുതിയിട്ട് ആ ഫോം അടുത്ത വെള്ളിയാഴ്ച വരുമ്പോൾ നിങ്ങൾ കൊണ്ടുവരിക. അത് കളക്ട് ചെയ്യാൻ കമ്മിറ്റിയിൽപ്പെട്ട ആളുകൾ ഇവിടെ ഉണ്ടാകും. എല്ലാവരും ഇറച്ചി വാങ്ങുന്ന സമയത്ത് ആ ഫോം കൂടി നിർബന്ധമായും മേടിക്കണമെന്നും അത് പൂരിപ്പിച്ച് അടുത്തയാഴ്ച വരുമ്പോൾ നിർബന്ധമായും കൊണ്ടുവരണമെന്നും അറിയിക്കുകയാണ്. ഇനി അഥവാ അടുത്തയാഴ്ച പള്ളിയിൽ ഇവിടെ സ്ഥലത്തില്ല എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിലെത്തുന്ന റിസീവർ അദ്ദേഹത്തിൻ്റെ അടുക്കൽ നിങ്ങൾക്ക് ഈ ഫോം കൊടുക്കാവുന്നതുമാണ് എന്ന് കമ്മിറ്റി അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ മഹലിൽ താമസിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ വലിയ സർജറിയുമായി ബന്ധപ്പെട്ട് ഭീമമായ ബാധ്യത അദ്ദേഹത്തിന് വലിയ സംഖ്യയുടെ ആവശ്യമുണ്ട്. നമ്മുടെ മഹല്ല് കമ്മിറ്റിയുമായി അദ്ദേഹം ബന്ധപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ മഹലിൽ താമസിക്കുന്ന
ചെറുപ്പക്കാരനാണ്, ഹാർട്ടിൻ്റെ സർജറിയാണ് എന്നറിയിച്ചിട്ടുണ്ട്. അള്ളാഹു തആല അവർക്ക് ശിഫ നൽകുമാറാകട്ടെ. അള്ളാഹു തആല അവരുടെ എല്ലാവിധ അസുഖങ്ങൾക്കും കാമിലായ ആജിലായ ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ അതിലേക്കുള്ള സംഭാവന നമ്മുടെ കമ്മിറ്റിയോടാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്, നമ്മുടെ ഈ ജനങ്ങളോടാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അവർക്ക് താങ്ങാവുന്നതിനും അപ്പുറമുള്ള വലിയ ഭീമമായ തുകയാണ് ഹോസ്പിറ്റൽ ബില്ലായി വരുന്നത്. നമുക്കും നമ്മുടെ കുടുംബത്തിനും അല്ലാഹു തആല ഇതൊന്നും വരരുത് എന്ന ഉദ്ദേശത്തോടു കൂടെ നിങ്ങളാൽ കഴിയുന്ന സംഭാവനകൾ ബക്കറ്റിൽ, ഈ പുറത്താളുകളുണ്ടാകും, ഈ ബക്കറ്റിൽ അതിൻ്റെയുള്ള സംഭാവനകൾ ഇട്ടുകൊണ്ട് നിങ്ങൾ സഹകരിക്കണമെന്നും സഹായിക്കണമെന്നും അറിയിക്കുകയാണ്. അല്ലാഹു തആല അത്തരം വലിയ രോഗങ്ങളെ തൊട്ട് നമ്മയും നമ്മുടെ കുടുംബങ്ങളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ ചെയ്യുന്ന സ്വതക്കയുടെ ബറക്കത്ത് കൊണ്ട് റഹ്മാനായ റബ്ബ് എല്ലാവിധ ബലാ ആഫത്ത് മുസീബാത്തുകളെ തൊട്ടും അല്ലാഹുവേ ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണം റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും ഹജ്ജിനും ഉംറയ്ക്കുമുള്ള വലിയ തൗഫീഖ് നൽകണം റഹ്മാനെ. ഞങ്ങളുടെ സൽക്കർമ്മങ്ങളെല്ലാം നീ സ്വീകരിക്കണം റഹ്മാനെ. ഞങ്ങളുടെ തെറ്റുകളെല്ലാം നീ പുറത്തു നൽകണം റഹ്മാനെ. وآخر دعوانا الحمد لله رب العالمين. الحمد لله الذي يعلم تسبيح الحيتان في ظلمات البحار، أحمده حمد عباده الأخيار، وأشهد أن لا إله إلا الله وحده لا شريك له شهادة منجية من عذاب النار، وأشهد أن سيدنا محمدا عبده ورسوله المدفون في أفضل الأقطار. صلى الله وسلم على سيدنا محمد وعلى آله وصحابه صلاة وسلاما دائمين متلازمين ما دامت الأشرار والأخيار. أما بعد، فيا أيها الناس، أوصيكم عباد الله وإياي بتقوى الله، وافعلوا ما أمركم الله وانتهوا عما نهاكم الله، واطلبوا المغفرة من الله الذي يستر على العصاة ويسبل عليهم جميع الأستار، ونبروا قلوبكم بالحسنات، فإن الله يعذب قاسي القلب بالنار. يا أيها الشبان، لا تضيعوا أعماركم بالذنوب والأوزار، ويا أيها الشيوخ، ولا تصودوا شيبكم فإنه دأب الفساق والأشرار. وأول من خضب بالسواد فرعون رئيس الفجار. أما علمتم أن الصدق يوصل البعد إلى الجنة مع الأبرار؟ أما علمتم أن الكذب يقرب العبد إلى النار؟ أما علمتم أن صلة الرحم يطول الأعمار؟ أما علمتم أن أكل الربا يغضب الجبار؟ أما علمتم أن الحج والحج المبرور يطهر العبد من الزلة والأوزار؟ فيكون كيوم ولدته أمه آمنا من عذاب النار. داروا مرضاكم بالصدقة وأعدوا للبلاء والدعاء كما ورد في حديث سيد الأخيار. عباد الله، صلوا الأرحام ولو بالسلام تدخل الجنة مع الأبرار، والدعاء للوالدين وبقية الأرحام. قال النبي صلى الله عليه وسلم: لا يحل لمسلم أن يحجر أخاه فوق ثلاث، فمن حجر فوق ثلاث فمات دخل النار. جعلنا الله وإياكم من الفائزين الآمنين، وأدخلنا وإياكم في عباده الصالحين. إن أحسن قصص المؤمنين كلام الله رب العالمين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يسألونك ماذا ينفقون؟ قل ما أنفقتم من خير
من خير فللوالدين والأقربين واليتامى والمساكين وابن السبيل وما تفعلوا من خير فإن الله به عليم. صدق الله العلي العظيم. بارك الله لنا ولكم بالقرآن العظيم ونفعنا وإياكم بالآيات والذكر الحكيم وعصمنا وإياكم برحمته من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. الحمد لله الكريم المعبود، وأشهد أن لا إله إلا الله الرحيم المحمود، وأشهد أن سيدنا محمدا عبده ورسوله وأشرف مولود. صلى الله وسلم على سيدنا محمد وعلى آله ما سبح ملكه في سجود. أما بعد فيا أيها الناس اتقوا الله حق تقاته وبادروا إلى أداء مفترضاته، واعلموا أن الله سبحانه وتعالى أمركم بأمر بدأ فيه بنفسه وثنى بملائكته المسبحة بقدسه وأيها بالمؤمنين من بريته. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل وسلم على رسولك سيدنا محمد الذي سبح في يده الحسبة ونبع من بين أصابعه الماء. اللهم ارض عن أشرف الخلفاء الراشدين وأفضل الأمراء المرشدين، وهو الإمام الشفيق أفضل البشر بعد الأنبياء على التحقيق، أمير المؤمنين أبو بكر الصديق. اللهم ارض عن الإمام المعظم في الأصحاب منور المسجد والمنبر والمحراب، أمير المؤمنين عمر بن الخطاب. اللهم ارض عن سيد الأختان حبيب الرحمن جامع القرآن أمير المؤمنين عثمان بن عفان. اللهم ارض عن مظهر العجائب إمام المشارق والمغارب أمير المؤمنين علي بن أبي طالب. اللهم ارض عن عمي نبيك حمزة والعباس وعن بقية أصحاب رسولك أجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات، إنك مجيب الدعوات وقاضي الحاجات. طيب ثرانا وثراهم واجعل الجنة مأوانا ومأواهم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا وأساتذتنا من النار. اللهم لا تشوي خلفنا بالنار ولا تجعلنا من حطب النار، فإنها بئس الدار وبئس المثوى وبئس القرار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. أستغفر الله العظيم لي ولكم. إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون، ولذكر الله أكبر والله يعلم ما تصنعون. أقم الصلاة.